ടീം BDSൻ്റെ തുടക്കം അതിഗംഭീരമായി. മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത ഒപ്പം 20 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ ചെയ്തു. പലർക്കും അപ്രിയങ്ങളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഉണ്ടെങ്കിലും സതീശൻ്റെ കീഴിൽ തീർച്ചയായിട്ടും അവരെല്ലാം തൃപ്തരാണ്. ഏതായാലും വലിയ പ്രശ്നങ്ങളില്ലാതെ വകുപ്പ് വിഭജനങ്ങളൊക്കെ കടന്നു. സ്പീക്കറായിട്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ വരുന്നു. ഡെപ്യൂട്ടി സ്പീക്കറായിട്ട് ഷാനിമോൾ ഉസ്മാൻ വരുന്നു. ചീഫ് വിപ്പായിട്ട് അബു ജോൺ ജോസഫും വരുന്നു. 21 മന്ത്രിമാരിൽ 19 പേര് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. അതിനകത്ത് സഗൗരവം 2 പേർ സത്യപ്രതിജ്ഞ ചെയ്തു, ഷിബു ബേബി ജോണും CP ജോണും. മന്ത്രിസഭയുടെ ആദ്യത്തെ തീരുമാനവും ചില കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വന്നു. ക്യാബിനറ്റിൽ അടിയന്തരമായി ചെയ്തത് KSRTC ബസ്സിൽ ജൂൺ 15 മുതൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. ഏതായാലും സൗജന്യ യാത്ര അനുവദിച്ചു കൊടുക്കുമ്പോൾ അതിന് ചില കാര്യങ്ങളെപ്പറ്റിയൊക്കെ ചർച്ച ആവശ്യമാണ്. അവർക്കൊരു ഐഡൻറ്റിറ്റി കാർഡ് വേണമല്ലോ, അത് ഏതാണെന്നൊക്കെ നിശ്ചയിക്കണം. അതുകൊണ്ട് ഏതായാലും ജൂൺ 15 മുതൽ സംസ്ഥാനത്ത് ബസ്സിലെ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര. അവർ 5 പരിപാടിയിൽ മറ്റൊരു കാര്യം പറഞ്ഞിരുന്നു, കോളേജ് വിദ്യാർത്ഥികൾക്ക് 1000 രൂപ പ്രതിമാസം കൊടുക്കുമെന്ന്. അതേപ്പറ്റി ഒരു തീരുമാനം ഇതുവരെ വന്നില്ല. അതേസമയത്ത് ആശാ വർക്കർമാർ ഉൾപ്പെടെ 3000 രൂപ പ്രതിമാസം. ആശാ വർക്കർമാർക്ക് ഇപ്പോൾ 9000 രൂപയ്ക്ക് ലഭിക്കുന്നുണ്ട്. 3000 കൂടെ ചേർക്കുമ്പം 12000 രൂപ ആവും. അവരുടെ കാര്യങ്ങളെപ്പറ്റി ചർച്ച ചെയ്ത് പിന്നീട് അവർക്ക് വേണ്ട ഒത്താശകൾ ചെയ്തു കൊടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. അതുപോലെ തന്നെ വയോജനങ്ങൾക്ക് പുതിയൊരു വകുപ്പ് വരുന്നു. കാരണം ഇന്ത്യയിൽ ഇതുവരെ അങ്ങനെ ഒരു വകുപ്പില്ല. അത് ജപ്പാനെ മാതൃകയാക്കിക്കൊണ്ട് ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു കഴിഞ്ഞു. നല്ല കാര്യം. ലോകത്തിലെ ഏറ്റവും കൂടുതൽ പ്രായമുള്ളവർ, ആരോഗ്യമുള്ളവർ ജപ്പാൻകാരാണ്. കാരണം അവർ സാധാരണ 80, 90, 100 വയസ്സിലൊക്കെ അവർ ദീർഘായുസ്സോടുകൂടി ജീവിക്കുന്നവരാണ്. ഏതായാലും കേരളത്തിൽ നമ്മുടെ ആയുസ്സും ഏകദേശം 70 കഴിഞ്ഞു. അത് 80, 90, 101, 102 ധാരാളം പേര് മരിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് 50, 56 വയസ്സിലാണ് സർക്കാർ ജീവനക്കാർ റിട്ടയർ ചെയ്യുന്നത്. നല്ല ആരോഗ്യമുള്ള സമയത്ത് തന്നെയാണ് അവർ റിട്ടയർ ചെയ്യുന്നത്. അത് തീർച്ചയായിട്ടും ഈ ഗവൺമെൻറ് അടിയന്തരമായിട്ട് 60 വയസ്സ് വരെ ആക്കുന്നത് നല്ലതാണ്. മറ്റൊരു കാര്യം, 60 വയസ്സ് വരെ ജോലി ചെയ്ത് അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാലും അവർക്ക് പെൻഷൻ ആനുകൂല്യം മറ്റുമൊക്കെ 10-25 വർഷം കൂടെ സർക്കാർ കൊടുക്കേണ്ടി വരും. കാരണം ഇപ്പോൾ ഒരു 5-6 വർഷം കൂടെ കഴിഞ്ഞാൽ 80, 90, 95, 100 വരെ കേരളത്തിലെ മലയാളികളുടെ ആയുസ് അത്രം വരെ എത്തും. ആ രീതിയിൽ ജീവിച്ചിട്ടായിരിക്കും എല്ലാവരും കടന്നു പോകുന്നത്. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ പ്രായമുള്ള ആൾക്കാരുകൾ ധാരാളം നമ്മുടെ സമൂഹത്തിലും വീട്ടിലുമൊക്കെയായി. പലർക്കും നടക്കാനും ഒക്കെ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഉണ്ട്. അവരെ മക്കൾ പരിരക്ഷിക്കുന്നവരാണ്. അങ്ങനെയുള്ള നമ്മുടെ സമൂഹത്തിൽ ചെറുപ്പക്കാരെക്കാട്ടും കൂടുതൽ പ്രായമുള്ളവർ വരുന്നത് കൊണ്ട് അവർക്ക് പ്രത്യേക ഒരു വകുപ്പ്, വയോജനങ്ങൾക്ക് നല്ല ഒരു പുതിയ വകുപ്പ് സൃഷ്ടിക്കുന്നത് ഇന്ത്യയിൽ ആദ്യമായിരിക്കും. വളരെ നല്ല കാര്യം, നല്ല തീരുമാനമെന്ന് പറയാനൊക്കെ ഉള്ളൂ. കാരണം ഇതുവരെ ഇവരെപ്പറ്റി ആരും ഗവനിച്ചില്ല എന്നുള്ളതാണ്. ഇപ്പം മുഖ്യമന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്ത VD സതീശൻ്റെ അടുത്ത് സ്റ്റേജിൽ 80-85 വയസ്സുള്ള ഒരു സ്ത്രീയെ വന്ന് മുഖ്യമന്ത്രിയെ കെട്ടിപ്പിടിക്കുന്നത് കണ്ടു. എൻ്റെ മകനാണ് എന്നാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയും അവരെ കെട്ടിപ്പിടിച്ച് രാഹുൽ ഗാന്ധിയുടെ അടുത്തും പ്രിയങ്ക ഗാന്ധിയുടെ അടുത്തൊക്കെ അവരെ കൊണ്ടുപോകുന്നത് കണ്ടു. അവരും ആ സ്ത്രീയെ ആലിംഗനം ചെയ്യുന്നത് നമ്മൾ കണ്ടു. നമ്മൾ നിറമോ ജാതിയോ മതമൊന്നുമല്ല. കേരളത്തിലത് മാറിക്കൊണ്ടിരിക്കുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഈ രീതിയിലുള്ള ജാതി മത ചിന്തയില്ലാതെ പരസ്പരം സഹകരണത്തോടെ ജീവിക്കുകയും കെട്ടിപ്പിടിക്കുകയും മുത്തം കൊടുക്കുകയും ചെയ്യുന്ന കാഴ്ച നമുക്ക് കേരളത്തിലേ കാണാൻ ഒക്കുള്ളൂ. ആ രീതിയിലുള്ളൊരു പ്രകടനമായിരുന്നു സ്റ്റേജിലും അവിടെ വന്നു ചേർന്ന മലയാളികളായ ജാതി മതഭേദമന്യേ VD സതീശൻ്റെ മുഖ്യമന്ത്രി സ്ഥാനം
സത്യപ്രതിജ്ഞ കാണാനും അത് ഏറ്റെടുക്കുന്ന കാണാനും ഇവിടെ വന്നു ചേർന്നവർ. നമ്മൾ മലയാളികളുടെ മാറ്റം, മാനസികമായ അവരുടെ പരിവർത്തനം, ജാതി കോമരങ്ങളായ പലരും ഇവിടെ ഉണ്ട്. അതിന് ലീഡർഷിപ്പ് കൊടുക്കുന്നവർ ഒക്കെ അറിയാം. വെള്ളാപ്പള്ളി നടേശനെ പറ്റിയും വളരെയധികം അപ്രിയങ്ങളായ കാര്യങ്ങൾ വെളിയിലോട്ട് വരുന്നുണ്ട്. അതുപോലെ സുകുമാരൻ നായരെ പറ്റിയും ജാതി മത ചിന്തയുടെ തലപ്പത്ത് സമുദായവും പൊക്കിപ്പിടിച്ചിരിക്കുന്നതൊന്നും ഇനി ചിലവാകില്ല. അതേസമയത്ത് മതചിന്തകൾ വേണം. 21 പേരും ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. മതചിന്തകൾ എല്ലാവർക്കും നല്ല, ഇന്ത്യയുടെ പാരമ്പര്യം അതാണ്. അത് തീർച്ചയായിട്ടും നിരീശ്വരവാദികളായ ആൾക്കാർ ധാരാളം പേരുണ്ട്, അല്ലെങ്കിൽ സദ്ഗൗരവത്തിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നവരുണ്ട്. പക്ഷേ ഒരു മതചിന്ത, ഒരു സ്പിരിച്വൽ ചിന്ത പ്രായമാകുമ്പോൾ എല്ലാവർക്കും വരും. നേരത്തെ വരുന്ന നല്ല കാര്യങ്ങളാണ്. മനസ്സിന് ഒരു ശാന്തതയും സമാധാനവും ലഭിക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ത്യയിലെ യോഗിവര്യന്മാരെല്ലാം പ്രാചീന കാലം മുതൽ ഈശ്വരവിശ്വാസവും മതത്തിലും അധിഷ്ഠിതമായ ഒരു മനസ്സിനെ കെട്ടിപ്പടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ശാന്തത ലഭിക്കൂ എന്നുള്ളതാണ്. ആധുനിക ചിന്തകരായ പലരും നിരീശ്വരവാദികളായി പോയ പല യൂറോപ്യൻ എഴുത്തുകാരും നമുക്കറിയാം. അവരൊക്കെ പിന്നീട് മതവിശ്വാസത്തിലേക്ക് വന്നു. പ്രായമായി കഴിയുമ്പം അവർ ആത്മീയതയിലേക്ക് അവരെല്ലാവരും അവനെ പഠനമൊന്നും ഇല്ലാത്തവരായാലും ശരി ആത്മീയ ചിന്തയിലേക്ക് നമ്മൾ സഞ്ചരിക്കും. പ്രായമാകുമ്പോഴും അവശരാകുമ്പോഴും അശരണരാകുമ്പോഴൊക്കെ ഈ രീതിയിലുള്ള ചിന്ത മനുഷ്യന് സഹജമാണ്. മനുഷ്യനിലേക്ക് അങ്ങനെയുള്ള ചിന്തകൾ കയറിയിറങ്ങി വരും. അങ്ങനെയുള്ള ചിന്തകളുമായിട്ട് പിന്നീടുള്ള ജീവിതകാലം, ശിഷ്ടജീവിതകാലം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇപ്പം നമുക്കറിയാം, CPM അടിയുറച്ച് വയ്ക്കുന്ന നിരീശ്വരവാദികൾ ചിലരും അമ്പലത്തിൻ്റെ പടിക്കൽ കൂടെയൊക്കെ പോകുന്നതായിട്ടൊക്കെ നമ്മൾ കണ്ടു. മാറി ചിന്തിക്കാൻ തുടങ്ങിയിരിക്കുന്നു. നല്ല കാര്യം, പ്രായം വരുമ്പോഴാണ്. ഏതായാലും കേരളത്തിലെ CPMൻ്റെ അധോഗതി നല്ലതല്ല. കാരണം ഇവിടെ നല്ലൊരു പ്രതിപക്ഷമില്ല. ഇനി കോൺഗ്രസിൻ്റെ കാലഘട്ടങ്ങൾ 10-15 വർഷത്തേക്ക് നിലനിൽക്കും. കോൺഗ്രസ് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോയാൽ ഇപ്പോഴത്തെ കോൺഗ്രസ് നേതാക്കന്മാരെയും പ്രാദേശിക നേതാക്കന്മാരെയും MLA-മാരെയും MP-മാരെയൊക്കെ ചെയ്തികളും പ്രസംഗങ്ങളും ചിന്തകളും നമ്മുടെ ആധുനിക കേരളത്തിന് പറ്റിയതായിട്ട് വന്നു കഴിഞ്ഞു. ആ രീതിയിലേക്ക് മറ്റു പാർട്ടിക്കാരും വരണം. CPM-കാർ പ്രത്യേകിച്ചും ആ രീതിയിലേക്ക് ചിന്ത വന്നെങ്കിൽ മാത്രമേ നല്ലൊരു പ്രതിപക്ഷമായിട്ടിരിക്കാനും കഴിയുള്ളൂ. അതുകൊണ്ട് ഈ തുടക്കത്തിലെ നമ്മളെല്ലാവരും ആത്മവിശ്വാസത്തോടു കൂടി അതുപോലെ പുതിയ ഗവൺമെൻറ്റിനെ വരവേറ്റു. അവരുടെ പ്രവർത്തന രീതികൾ സമൂഹത്തിന് ഉതകുന്ന രീതിയിൽ മുന്നോട്ട് പോയില്ലെങ്കിൽ തീർച്ചയായിട്ടും എതിർപ്പുണ്ടാവും. ആൾക്കാർ തിരിച്ചടിക്കും. അതിനൊന്നും വഴിവെക്കാതെ ലീഡർഷിപ്പ് കൊടുക്കുന്ന VD സതീശൻ്റെ പെരുമാറ്റവും സ്വഭാവവും അദ്ദേഹത്തിൻ്റെ ജീവിതരീതികളെല്ലാം നമ്മൾ കണ്ടു പഠിച്ചു കഴിഞ്ഞിരിക്കുന്നു. അത് ചില അവസരങ്ങളൊക്കെ ചിലർ പറയുന്നുണ്ടെങ്കിലും ഒരു പക്വമതിയായ ഒരു മുഖ്യമന്ത്രിയെ കണ്ടു കഴിഞ്ഞു. എല്ലാവരെയും ഒരുപോലെ സ്വീകരിക്കാനുള്ള മനസ്സ്, പ്രതിപക്ഷത്തായാലും ശരി മുൻ മുഖ്യമന്ത്രിയെ പോയി കണ്ട് അദ്ദേഹത്തിനെ ഈ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ ക്ഷണിക്കാനും തയ്യാറായത് നല്ലൊരു മനസ്സാണ്. അതുപോലെ തന്നെ പിണറായി വിജയൻ്റെ മനസ്സ് തീർച്ചയായിട്ടും മാറിയിരിക്കുന്നു. അദ്ദേഹം സന്തോഷപൂർവ്വം ആ ക്ഷണം സ്വീകരിച്ച് സ്റ്റേജിൽ വന്നിരുന്നു. അതോടൊപ്പം തന്നെ ഇടതുപക്ഷത്തെ CPI-യുടെ നേതാക്കന്മാരും മറ്റുള്ളവരും എല്ലാം വന്ന് സഹകരിച്ചു. അങ്ങനെ സഹകരിക്കുന്ന ഒരു തുടക്കത്തിന് VD സതീശൻ തുടക്കമിട്ടിരിക്കുന്നു. അതുകൊണ്ട് നല്ലൊരു കാര്യമാണ്. നല്ലൊരു ഭരണം നമുക്ക് പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ മുന്നോട്ടും ഭാവിയിലും പ്രതിപക്ഷമായാലും ശരി ഭരണകക്ഷിയായാലും ശരി പരസ്പരം സഹകരിച്ച് മുന്നോട്ട് പോകുന്നത് തീർച്ചയായിട്ടും നല്ലൊരു ലക്ഷണം തന്നെയാണ്. നല്ലൊരു നാളെ നമുക്ക് ഉണ്ടാകും എന്ന് നമുക്കെല്ലാവർക്കും പ്രാർത്ഥിക്കാം.